ട്രേഡായിരുന്നു കേട്ടോ, സൂപ്പർ ട്രേഡായിരുന്നു. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലൈറ്റ് ഒക്കെ ഓൺ ചെയ്തിട്ട് ഇറങ്ങാനാട്ടോ ടൈമായി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പോയി സൈഫൈൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. 1:8 ആണ് വെച്ചത്. പക്ഷെ അത് ഒരു ടേണിംഗ് പോയിന്റ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ വരെ അവിടെ എത്തിയതും ഞാൻ ഇറക്കിയതാണ് കേട്ടോ. ഈ കറുപ്പ് വന്ന് ക്ലോസ് ചെയ്ത് അതിനുശേഷം ഇത് വന്നോണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇത് വന്ന് പിന്നെ റിട്ടേൺ തിരിച്ച് വന്നത് ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആയിട്ടു. മനസ്സിലായില്ല? അതാണ് കാരണം അതൊരു മെയിൻ ടേണിംഗ് പോയിന്റ് ആയിരുന്നല്ല, മനസ്സിലായ? അതുകൊണ്ടാണ് അവിടെ നിന്ന് എക്സിറ്റ് ആയല്ല, ഞാൻ ചെയ്യൂലായിരുന്നു. മെയിൻ മേജർ എക്സൈറ്റിംഗ് പോയിന്റ് ആയിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ എൻ്റെ ലോയാണ്, അതുകൊണ്ടാണ്. മനസ്സിലായല്ലോ? എന്നെ അടുത്ത് പോയൊന്ന് ഞാൻ സൈഫൈൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. സൂര്യൻ കാണാനില്ല കേട്ടോ, നേരത്തെ പോയ ആശ എത്തിക്കണം തോന്നുന്നു. അപ്പൊ നേരെ ഒന്ന് സൈഫൈനിലോട്ട് ഇറങ്ങട്ടെ. ഇറങ്ങാനാട്ടോ ടൈമായി. വയറൊക്കെ ഒരു പിടുത്തം, വിശക്കണത് പോലും. എന്നാ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, വല്ലതും ഉണ്ടാക്കിയെന്നാണ്. അടിച്ചെല്ലാം ലിമ്പാക്കി ഇട്ടിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കേട്ടോ കഴിക്കാൻ പോകണം കേട്ടോ. ഇത്തിരി സമയം എടുത്താണ് ഉണ്ടാക്കാൻ, ഏകദേശം 45 മിനിറ്റോളം എടുത്ത്. ഒരെണ്ണം അലിമ്പായി പോയി കേട്ടോ. ആദ്യം ഒഴിച്ചത് ശല എണ്ണ കുറവായിരുന്നു, എല്ലാം ഒട്ടിപ്പിടിച്ച് കുത്തികളായി കളയേണ്ടി വന്ന്. അയ്യോ, പിന്നെ ഇത് കഴുകിട്ടിന് കഴിക്കാൻ പോകണം കേട്ടോ. ഗൈസ് ഗുഡ് മോർണിംഗ്. ഇനി എന്ന് പറഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞാൽ പോയി ജസ്റ്റ് ഒന്ന് ഇതുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാൽ കറി ഉണ്ടാക്കണം കേട്ടോ. കറി ഉണ്ടാക്കി കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഡ്യൂട്ടി കയറണം കേട്ടോ, ടൈമായി. ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഫ്ലോറിനേഷൻ്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ പോയി ഒന്ന് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യണം, അനാലിസിസ് നോക്കണം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അവിടെ നിന്ന് പോണ വെള്ളം ഭയങ്കര കുറവാണ്. ഏകദേശം 200 അടുപ്പിച്ചോളം കുറവുണ്ട്. 800 പോണ അടുത്തൊന്ന് 650, ഭയങ്കര കുറവാണ്. ഇന്ന് ശനിയല്ലേ, ലീവല്ലേ. പക്ഷെ ഇന്നലെ തന്നെ ഞാൻ എടുത്ത ട്രേഡിന് ശേഷം ഒരു അടിപൊളി മൂവ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടാ. കിടില മൂവ്മെന്റ് ആയിരുന്നു ആ സ്പോട്ടിൽ തന്നെ ഉള്ള മൂവ്മെന്റ് ഉണ്ടാ. കയറിയത് ഇവിടുന്ന് ബൈരനി പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ കിടന്ന് കളിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ തൊടാതെ പോയത്. ഒരു പിടിയില്ല ഇത്. കാരണം ട്രെൻഡ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് പിന്നെ ഒറ്റയടിയിൽ ബൈ ചെയ്യുന്നത് മണ്ടത്തരോ. പിന്നെ ഇവിടെ നിന്ന് വന്നിട്ട് ബൈ ചെയ്താൽ കുഴപ്പമില്ല. ഇത്ര ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് പിന്നെ റീടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബൈ എടുത്ത് സൂപ്പർ, റിസ്ക് ഫ്രീ. പിന്നെ അവിടെ നിന്ന് താഴെ അടിച്ചാലും ഉണ്ട്. പിന്നെ മനസ്സിലായല്ലേ? നമ്മളെന്ന് പറഞ്ഞാൽ ട്രേഡ് എടുക്കുക, ബാക്കി നടക്കണെല്ലാം നമ്മൾ റൂൾ ഉണ്ടാക്കി എങ്ങനെയാണോ കിട്ടിയോ ഇല്ലയോ പോയോ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ റൂൾ ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്യുമ്പോൾ എടുക്കും. റീടെസ്റ്റ് ചെയ്തതിനു ശേഷം റീടെസ്റ്റ് ഒരു ക്യാൻഡിലോ നമ്മൾ എത്ര മിനിറ്റിന്റെ ആണോ നോക്കണം. ചില സമയത്ത് അവിടെ തന്നെ നിൽക്കൂല, അങ്ങ് തട്ടി ഉടഞ്ഞ് പിന്നെ അങ്ങ് കയറിപ്പോ. പിന്നെ നോക്കാനൊന്നും കിട്ടുന്നില്ല. പിന്നെ ചിലപ്പോൾ 2 ക്യാൻഡിലായിരിക്കും നമ്മളെ ടാർഗറ്റ് ചെയ്യിക്കില്ല. അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. റീടെസ്റ്റ് ചെയ്യുമ്പോൾ എടുക്കുക, ഇത്രേ ഉള്ളൂ. അയ്യോ, നമ്മള് ഈ മൂവ്മെന്റ് പറഞ്ഞതിന് മുമ്പേ ഒരു സൈഡിൽ കിടന്ന് തന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ കളിക്കും. അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റും അത് എങ്ങോട്ടുള്ള ട്രേഡാണ്. ആദ്യത്തെ ഒരെണ്ണം വലുത്, അടുത്ത ഒരെണ്ണം വീണ്ടും ചെറുത്, അടുത്ത ഒരെണ്ണം നോക്കിക്കോളാം അതിൻ്റെ ചെറുതാണെങ്കിൽ എടുത്തുള്ള ഷോട്ട്, മറ്റേതിൻ്റെ മേളിൽ എടുത്ത് സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നോ. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ചെയ്തെടുക്കും. നോക്കട്ടെ ഗൈസ്, 20 പിപ്പ് പോലീസിൽ എന്ന് പറഞ്ഞാൽ ഗായ്സ് അതിനു വേണ്ടി സമയം കളയല്. ഈ ശനി ഞായർ സമയം കളയല് നിങ്ങളെ ഫ്രീ ആയിട്ടിരുന്നു നിങ്ങളെ മൈൻഡിനെയൊക്കെ പവർ കൂട്ടി എടുക്കും. അതെ, ഫുഡ് റെഡി ആക്കട്ടെ, ഇനി കഴിക്കാൻ പോകണം. ഇപ്പോൾ ഒരു അറ്റാക്ക് വന്ന് പത്തിനായിരുന്നു എൻ്റെ പിന്നെ ചുമ്മാ ഇരിക്കുകയാണ് കേട്ടോ. എങ്ങനെയാന്ന് അറിഞ്ഞുകൂടാ, പൊങ്ങി വന്നൊരടി. ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോ കണ്ടുകൊണ്ട്.
ഒന്ന് ചത്തില്ലെന്ന് പറഞ്ഞു. അറ്റാക്ക് ഒന്ന് തന്നെ തിന്നേനായിരുന്നു. ഒന്നും പറയില്ല ചേട്ടാ. ഈ പണ്ടത്തെ പോലുണ്ടല്ലോ, ഈ കൊറോണയ്ക്ക് 3-4 കൊല്ലം മുമ്പെയാണ് പഠിച്ചത്. ടച്ച് പോയി കഴിഞ്ഞു. അതായത് 10ന്റെ വെക്കേഷനിലാണ് പഠിക്കാൻ പോയത്, ആർട്ടിൻ്റെ. 10 കഴിഞ്ഞ് +1 +2 കൊറോണ, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കൊറോണ വരുന്നത്, പിന്നെ അതിനുശേഷം ഓട്ടോമൊബൈലിൽ പോയി, അപ്പോഴും കൊറോണ വരെ എന്താണ്. ഞാൻ ഷാർജ, പിന്നെ എവിടെയൊക്കെ ഒമാൻ പോയി. ഞാൻ പോയി പമ്പ് റൂമും ക്ലോറിനേഷനും പോയി ചെക്ക് ചെയ്യണം. വേറെ പരിപാടിയൊന്നുമില്ല. ഭയങ്കര ചൂട് കേട്ടോ, ഒരു രക്ഷയില്ല. കുഴപ്പമില്ല കേട്ടോ, പമ്പ് റൂമേ ഇവിടെ കുഴപ്പമില്ല കേട്ടോ, ക്ലോറിനേഷൻ്റെ ഇവിടെ ഓക്കെയാണ്. ചൂട് കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടാ, തലയൊക്കെ പെരുത്ത് കയറണം. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞൂടാ തലയൊക്കെ. പിന്നെ അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോയി കമ്പ്യൂട്ടറും അനാലിസിൻ്റെ നോക്കണം, അത് തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കുഴപ്പമില്ല കേട്ടോ, കമ്പ്യൂട്ടർ ബേസ് എല്ലാം സെറ്റാണ്. ഒരെണ്ണം അഡ്ജസ്റ്റ്മെന്റ് അതും ചെയ്യേണ്ടിയില്ല, കുഴപ്പമില്ല. നേരത്തെ അനാലിസിസ് മാത്രം നോക്കിയത് കേട്ടോ, ബാക്കിയെല്ലാം ഓക്കെയാണ്. മോർണിംഗിലെ ടോട്ടൽ അപ് ട്രെൻഡ് ആണ് 27 പീപ്പിൾ. കാര്യമില്ല, ഇനി നോക്കിയിട്ട് കാര്യമില്ല ഗൈസ്. ഇനി അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കോൾ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് നോക്കുക, പിന്നെ എഡിറ്റിങ്, പിന്നെ നമുക്കറിയാലോ ചെറിയൊരു കൊഴുപ്പുള്ളത് അനാലിസിസ് നോക്കും, മനസ്സിലായല്ലേ? നോർമലി ഉള്ളതാണ്. ട്രേഡേഴ്സിന്റെ ഒരു ചെറിയൊരു ഹോബിയാണത്. ട്രേഡ് എടുക്കൂല, എന്നാലും അത് നോക്കണ ഒരു മനസ്സൊക്കെ ഉണ്ടല്ലോ. എൻ്റെ ഓരോ മൂവ്മെന്റ് അത് കണ്ടില്ലെങ്കിൽ എന്തോ പോലെ എനിക്ക്. വേറെ വലിയ പരിപാടി ഒന്നുമില്ല ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.